ബഹുമാന്യ പ്രേക്ഷകരെ, മലങ്കര ക്രിസ്ത്യൻ ചർച്ച് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ തികച്ചും അതിശയോക്തി ഉള്ള ഒരു കാര്യമല്ല. കാരണം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്ന് മലങ്കര ക്രിസ്ത്യൻ ചർച്ച്. പ്രാപ്തിയുള്ള ഒരു നേതൃത്വം, അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു നേതൃത്വം ഇന്ന് മലങ്കര സഭയ്ക്ക് നഷ്ടമായിരിക്കുന്നു. ഈ അവസ്ഥയിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ അറിയുന്നത് ഉചിതമായിരിക്കും. കാരണം പല കാര്യങ്ങളും ഇവർ മറച്ചു വെച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ മറ്റുള്ളവർ സത്യസന്ധമായ കാര്യങ്ങൾ തിരിച്ചറിയാതെ വണ്ണം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു മറവിൽ ആണ് ഇവർ നടക്കുന്നത്, നീങ്ങുന്നത്. ഇന്ന് മലങ്കര സഭയിൽ ഒരു ബാധ കയറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രേമബാധ. നമ്മൾ ഭൂതബാധ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ മലങ്കര സഭയിൽ ഇന്ന് കടന്നുകൂടിയിരിക്കുന്ന ഒരു പ്രധാന ബാധയാണ് പ്രേമബാധ. ഇത് ആരംഭിച്ചിട്ട് കുറേ കാലങ്ങളായി. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രേമവിവാഹം ദൈവികമാണോ, അതിനൊരു മറുപടി മലങ്കര സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ നൽകണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തത്. അതിനിതുവരെ യാതൊരുവിധമായ മറുപടികളോ ഒന്നും ലഭ്യമായിട്ടില്ല. എന്നാൽ അതേ സമയത്ത് പ്രേമവിവാഹങ്ങൾ ഇങ്ങനെ തകൃതിയായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും അവസാനമായി നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ സംഘടനയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കുന്ന റവറൻഡ് ജോൺ പാറപ്പുഴ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹമാണ്. വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിച്ചതനുസരിച്ച് അതൊരു പ്രേമവിവാഹമാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഇത് പ്രചരിക്കുന്നുണ്ടല്ലോ. ഏതായാലും ഞാനിതിൻ്റെ നിജസ്ഥിതി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമായ വിവരമനുസരിച്ച് അതൊരു പ്രേമവിവാഹമായിരുന്നു, സത്യമാണ്. ആ പെൺകുട്ടി ഒരു കത്തോലിക്ക വിശ്വാസിയാണ്, സത്യമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നു. എന്നാൽ അദ്ദേഹം സഭയിൽ അല്ലെങ്കിൽ അവരുടെ കൗൺസിലിൽ ഈ വിവരങ്ങൾ ഇതേപോലെ അവതരിപ്പിച്ചു. എൻ്റെ മകൻ അവനൊരു പെണ്ണിനെ സ്നേഹിച്ചു, ആ കുട്ടിയെ അവൻ വിവാഹം ചെയ്തു. അതുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു ദോഷം തന്നാൽ വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം, എന്ത് നടപടിയാണെങ്കിലും ഞാനതിനെ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് അദ്ദേഹം കൗൺസിലിൽ പറഞ്ഞതായും അതിൻ പ്രകാരം അവർ നടപടിയെടുത്ത് അദ്ദേഹത്തെ അറിയിച്ചതായും അറിയുവാൻ കഴിഞ്ഞു. അതിൽ അവർ എടുത്ത നടപടി 5 മാസത്തേക്ക് ബഹുമാനപ്പെട്ട ജോൺ പാറപ്പുഴ അച്ഛനെ എല്ലാവിധ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും സഭയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും 5 മാസത്തേക്ക് മുടക്കിയിരിക്കുകയാണ്.
ആത്മീയ ശുശ്രൂഷകളിൽ നിന്നും സംഘടനാപരമായ ചുമതലയിൽ നിന്നൊക്കെ അദ്ദേഹത്തെ 5 മാസത്തേക്ക് മുടക്കിയിരിക്കുകയാണ്. ഒരു കൗൺസിൽ ചെയ്ത ഒരു തീരുമാനം ഒരർത്ഥത്തിൽ അതൊരു നല്ല ഒരാശയം തരുന്നുണ്ട്. കാരണം ഒരു ഡയറക്ടർ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അവർക്കെതിരെയും നടപടിയെടുക്കുന്നുണ്ട് എന്ന് ഒരു ധ്വനി വരുത്തുവാൻ തക്കവണ്ണം അതിന് കഴിയുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഇത് നീതിയായിരിക്കണം, സത്യസന്ധമായിരിക്കണം, എല്ലാവർക്കും ഒരേ നീതി ലഭിക്കണം. ഇതാണ് ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോയിലും ആവശ്യപ്പെട്ടത്. നടപടിയെടുക്കുന്നതിന് വിരോധമില്ല, അത് നീതിയായിരിക്കണം. ഇവിടെ ഇതിനു മുൻപുള്ള ഒരു കേസ്, അത് ഒരു നമ്മുടെ ബെന്നി പാസ്റ്ററുടെ മകളുടെ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഒരു കേസ് നിലവിൽ നിലനിൽക്കുകയാണ്. ഇതുപോലെ പ്രേമവിവാഹമാണ്, മാത്രമല്ല അത് കുറച്ച് അലമ്പായ വിവാഹവും കൂടെയാണ്. കാരണം ഈ പ്രേമിച്ച് കെട്ടിയ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ വിവാഹത്തിന് എതിരായി നിൽക്കുകയും ഇവരുടെ അദ്ദേഹത്തെ അനുസരിക്കാത്ത തരത്തിലുള്ള പോക്കിൽ മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തതായ ഒരു സംഭവം കൂടിയാണത്. അപ്പോൾ ഇത്രയെല്ലാം ഗൗരവമുള്ള ഒരു വലിയ വിഷയം ഇവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിന് യാതൊരു വിധമായിട്ടുള്ള വിലയും കൽപ്പിക്കാതെ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഇങ്ങനൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഞാൻ ഈ നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് ഞാൻ സ്വമേധ സ്വീകരിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് കൊടുത്ത് അവർ കൊടുത്ത ശിക്ഷയും വാങ്ങി അദ്ദേഹം സ്വസ്ഥനായിരിക്കുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊന്ന്, ഇതിനകത്ത് കുടികൊള്ളുന്ന ഇതിനേക്കാൾ ഗൗരവകരമായ കേസിൽ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ പേരിൽ എന്തുകൊണ്ട് നടപടിയില്ല? അവർക്കെതിരെ ഒരു സഭ മുഴുവൻ രംഗത്ത് വന്നതാണ്, അവർക്ക് പരാതി കൊടുത്തതാണ്, വാക്കാലും രേഖയാലും പരാതി കൊടുത്തതാണ്. ഇതിൻ്റെ ഗുണദോഷങ്ങൾ മുഴുവൻ പരാതിയിലൂടെ അവർ ഉന്നയിച്ചതാണ്. ഈ വിവാഹം നടത്തി കൊടുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു സന്ദർഭത്തിൽ തന്ത്രപൂർവം ഇവർ ആ വിവാഹം നടത്തി കൊടുക്കുകയും ഇന്ന് കാണുന്ന അവസ്ഥയിലായിരിക്കുകയും ചെയ്തു. എൻ്റെ ചോദ്യം, ഈ ശിക്ഷണ നടപടി അദ്ദേഹത്തിനും ബാധകമല്ലേ? അദ്ദേഹത്തെ മാത്രം എന്തുകൊണ്ടാണ് ശിക്ഷിക്കാതിരിക്കുന്നത്? ഇവിടെ ഒരു പ്രസക്തമായ കാര്യം, പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന് ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരു ഉപമയെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഇവിടെ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അവർ ഓരോരുത്തരായി കല്ലിട്ടേച്ച് പോയി, കാരണം എറിയാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനും ഇല്ലായിരുന്നു. അതേ അവസ്ഥയാണ് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവന്മാരൊരു കാര്യം ചെയ്തു, നമുക്ക് ഒന്നിച്ചങ്ങെറിഞ്ഞേക്കാം. ഓരോരുത്തരായിട്ട് എറിയാനുള്ള കട്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നിച്ചൊറിയാറ്. അതുകൊണ്ടൊരു കാര്യം ചെയ്തു, ഡയറക്ടറെ അങ്ങ് മാറിക്കോ, ബാക്കി കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം
ഈ സന്ദേശമാണ് ഇവർ നൽകുന്നത്. ഇനി ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം അപ്പോസ്തലൻ പറഞ്ഞതുപോലെ സ്ഥിരവാസം കൂടാതെയും ബൈബിളിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്ന പോലെ ഭൂമിയിൽ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് ആർക്കും വ്യക്തമല്ല. വിദേശത്താണ് മിക്കപ്പോഴും. അപ്പോൾ വിദേശത്ത് പോയി കുറച്ച് ചക്രവാക്കൊക്കെ പറഞ്ഞ് മലങ്കരേനെയൊക്കെ പൊക്കി പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രവർത്തനങ്ങളാണ്, ഇവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതും ഉള്ളതും കൂട്ടിക്കുഴച്ച് പറഞ്ഞ് കേൾപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ 10 പൈസ എവിടുന്നെങ്കിലും കിട്ടിയ ഒരു ചെറിയ ആദായം എന്ന തരത്തിൽ അയാൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുക. ഒന്നുകിൽ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് വന്ന് ഇടപെട്ട് ആ കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇത് രണ്ടും ചെയ്യാതെ ഇങ്ങനെ ഊടാടി നടക്കുന്നതുകൊണ്ട് ഈ സഭയ്ക്കോ അല്ലെങ്കിൽ ഈ സംഘടനയ്ക്കോ എന്താണൊരു ഗുണമുള്ളത്? ഒന്നുകിൽ ഇയാൾ സ്ഥലത്ത് വേണം, അല്ലെങ്കിൽ ഇയാൾ ഈ സ്ഥാനം ഒഴിഞ്ഞു മാറണം. അപ്പോൾ ഇപ്പോൾ ഈ മറ്റേ കേസിൻ്റെ, അതായത് നിലവിൽ ഓൾറെഡി ഇതിന് മുമ്പുണ്ടായിരുന്ന കംപ്ലയിൻറ്റിൽ തീരുമാനമാകാതെ കിടക്കുന്ന കേസിൽ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാജുവച്ചൻ വന്നാലേ പ്രശ്നം തീർക്കാൻ പറ്റുള്ളൂ. കാരണം സാജുവച്ചനാണ് അത്ര കെട്ടിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് നീട്ടുക. എന്നാൽ സാജുവച്ചൻ വരണ്ടേ? അയാളോട്ട് വരുവോ ഇല്ല. അപ്പോൾ ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇവിടെ പല പ്രേമവിവാഹങ്ങളും ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊക്കെ ചില പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ അവർ പറയുന്ന ഒരു ന്യായം അവർക്ക് പറഞ്ഞു എന്ന് പറയുന്നത്, ബാക്കിയുള്ളവർ ഇതിനകത്തുള്ളവരെയല്ലേ സ്നേഹിച്ചേ, ഇത് പുറത്തുള്ള ഒരാളെയാണ് സ്നേഹിച്ചത് അത്രേ. ഇനി ഈ അകത്തുള്ളവരുടെ സ്നേഹത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ, ഇവരിൽ പലർക്കും വിശ്വാസികളല്ലാതിരിക്കെ ഇവരെ ഇതിനു വേണ്ടി കൊണ്ടുവന്ന് മുക്കി പൊക്കി വിശ്വാസിയാക്കി തീർത്ത് ഈ വേഷം കെട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പലതും. എന്നിട്ടാണ് ഒരു താൽക്കാലിക ശമനം എന്ന നിലയിൽ വിശ്വാസിയാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ, പാറപ്പുഴയച്ചനെ അഭിനന്ദിക്കുക. കാരണം അദ്ദേഹത്തിന് ആ പണി വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ. മുക്കി പൊക്കി കൊണ്ടുവന്ന് കൂടെ ചേർക്കാമായിരുന്നു. എന്നാൽ അതിനും അദ്ദേഹം തുനിഞ്ഞില്ല. അവർക്ക് എന്നും വിശ്വാസമായിട്ട് വരുന്നോ വിശ്വാസത്തോടെ വേണം അത് ചെയ്യാൻ, അല്ലാതെ കല്യാണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി വേണ്ട എന്ന ഒരു നിലപാട് സ്വാഗതാർഹമാണ്. മറ്റ് പലതും അങ്ങനെയല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചിട്ടുള്ള പലതും അങ്ങനെയല്ല. അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ മുക്കി പൊക്കി ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തി പിരിയുക. അപ്പോൾ ഇതിൻ്റെ മുകളറ്റം മുതൽ താഴെ അറ്റം വരെ ഉള്ളവരെ നമ്മൾ നോക്കിയാൽ, ഇതിനകത്ത് ഈ കൗൺസിലിലുള്ളവരെ നോക്കിയാൽ, സാജുവച്ചൻ്റെ കേസ് ആദ്യം തന്നെ എടുത്താൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ എടുത്തു പറയുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഇതിനകത്തുള്ള ഈ അൽമായ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ബാക്കി ആളുകളുണ്ടല്ലോ, ഈ അച്ഛന്മാരുടെ വിഭാഗം കൂടാതെ അൽമായ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളവർ, അവരിൽ പ്രമുഖരാണ് കുര്യാച്ചൻ. അദ്ദേഹവും പ്രേമിച്ച് കെട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ മകനും പ്രേമിച്ച് കെട്ടിയതാണ്. ഇതിനകത്ത് പറയുമ്പോൾ ഒരു ന്യായം, അദ്ദേഹം കുര്യാച്ചൻ പ്രേമിച്ചത് ഇതിനു മുൻപ്, അതായത് വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപും മകൻ പ്രേമിച്ചത് വിശ്വാസത്തിലായിരിക്കുമ്പോഴും ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാണെങ്കിലും പ്രേമവിവാഹമാണ്. ഇനി
കുര്യാച്ചൻ്റെ അനിയൻ ബേബി, അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകള്, അത് പ്രേമവിവാഹമാണ്. ഒരു കുട്ടൻ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകൻ, അതും ഒരു പ്രേമവിവാഹമാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തുമാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. ഞാൻ ചോദിക്കട്ടെ, ഇവരിൽ ആർക്കടെയൊക്കെ പേരിൽ നടപടിയെടുത്തു? ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു ജോയാക്കി പാസ്റ്ററുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരിലൊക്കെ ആരുടെ പേരിൽ എന്ത് നടപടി നിങ്ങൾ എടുത്തു? നിങ്ങളൊരു കാര്യത്തിൽ നീതിയുള്ളവരാണെങ്കിൽ അത് നിങ്ങൾ നീതി പാലിക്കണം, നീതി കാണിക്കണം. സകലർക്കും ഒരുപോലെ നീതി നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് തോന്നിയതാണ് നിങ്ങളുടെ നീതി. ഇതിനകത്ത് ഉള്ള ഏക പ്രശ്നം, ഒരാൾക്കെതിരെ ഒരാൾക്ക് ശബ്ദിക്കാനുള്ള വോയിസ് ഇല്ല. നിങ്ങളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ ഇന്നർ സർക്കിളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പരാജിതരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് പറയാൻ ശക്തമായി തൻ്റെടമായി ഒരു കാര്യം പറയാനുള്ള ശേഷി നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ ഈ കാര്യത്തിൽ പലരും തികഞ്ഞ പരാജയത്തിലാണ്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഉപജീവന മാർഗം മാത്രമാണ്. നിങ്ങൾ സമ്പന്നരായി, നിങ്ങളൊരു 30 വർഷത്തെ ചരിത്രം നിങ്ങളെടുത്ത് നോക്ക്. നിങ്ങൾ 30 വർഷം മുമ്പ് നിങ്ങൾ ആരായിരുന്നു? പ്രത്യേകിച്ച് ഈ അൽമായ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഈ പറയുന്ന കണ്ണാറ ഗ്യാങ്ങിനോടാണ് ഞാൻ പറയുന്നത്. അതിൽ കണ്ണാറ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഇതിനകത്ത്. ആ ഗ്രൂപ്പിൽപ്പെട്ട ഓരോരുത്തരെയും നിങ്ങൾക്കറിയാം. ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇവരെല്ലാം ഇന്ന് 30 വർഷത്തിന് മുമ്പ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്താണ് നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഇവന്മാരെന്താണ് നേടിയത്? ഇവരിവിടെ ഈ ഭൂമിയിലുള്ള ദ്രവ്യാഗ്രഹികളായ ഇവന്മാർ നേടിയിട്ടുള്ളത്, ഇവരെ വിശ്വാസികളെ, പാവം പൊട്ടം വിശ്വാസികളും ഇതെല്ലാം കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കും. ഇവർ സുവിശേഷ വേല ആദായ സൂത്രമാക്കിയവരാണെന്ന സത്യം നിങ്ങളിൽ എത്ര പേർക്ക് തിരിച്ചറിയാം? എത്ര പേർക്ക് തുറന്നു പറയാനുള്ള തൻ്റെ ഇടമുണ്ട്? ഇവരുടെ ഏക ലക്ഷ്യം പണമാണ്, പണം, അല്ല സുവിശേഷമല്ല. ഏത് തരത്തിലും പണം ഉണ്ടാക്കുക, അതിനുവേണ്ടി ഈ ആത്മീയത്തെ ഉപയോഗിക്കുക. ചൂഷണം ചെയ്യപ്പെടുന്നത് സാധാരണ ജനങ്ങൾ കഴുതകളായതുകൊണ്ട് അവരിങ്ങനെ മേന്നും പറഞ്ഞ് നടന്നോളും. ഇന്നലെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വന്നു. എത്ര കള്ളത്തരമാണ് അതിനകത്ത് നടന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവിന് സംഭവിച്ച കാര്യമാണ് അതിനകത്ത് ഞാൻ പറഞ്ഞത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവിന് അദ്ദേഹത്തിന് കിട്ടേണ്ട അലവൻസ് തട്ടിയെടുത്ത് സ്വന്തം കീശയിലിട്ട് അത് കൊണ്ടു നടന്ന് അവസാനം ചോദ്യം വന്നപ്പോൾ ഓടിക്കൊണ്ടുവന്ന് എൻ്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ട്, ഇങ്ങനെയൊക്കെ ഈ തട്ടിപ്പിന് നടക്കുന്ന ഇവന്മാരെ നിങ്ങൾ ആരാണ് ഈ പ്ലാച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണേ? ഈ കള്ളന്മാരെ പുറത്ത് കടത്തി അടക്കണം ഇങ്ങനെയുള്ളവനെയൊക്കെ. പ്ലാച്ചറാണ് പോലും. പ്ലാച്ചർ എന്ത് പ്ലാച്ചർ? ആരുടെ പ്ലാച്ചർ? അപ്പോത്തോലൻ. മലങ്കരയുടെ മിനിറ്റ്സ് ബുക്കിനകത്ത് പേരെഴുതി കഴിയുമ്പോഴത്തേക്ക് അപ്പോത്തോലനല്ലേ? അപ്പോത്തോലന്മാരെ പണി ഇതാ. നീതിയില്ലാത്ത, ന്യായമില്ലാത്ത, ദ്രവ്യാഗ്രഹം മാത്രം കൈമുതലായിട്ടുള്ള ഒരു ഉപജാപക സംഘത്തിൻ്റെ കയ്യിൽ, പ്രത്യേകിച്ച് കണ്ണാറക്കാരുടെ കയ്യിൽ ഈ മലങ്കര സഭ ചെന്ന് പെട്ടു. അവരതിനെ നല്ല ഫലപ്രദമായി വിനിയോഗിക്കുന്നുമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നേരെയാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സാമ്പത്തിക സ്രോതസ്സ് നിങ്ങളങ്ങ് നിർത്തുക. കാരണം ഇത് ആത്മീയമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകാൻ ഏറ്റവും എളുപ്പം വിശ്വാസികളായ നിങ്ങൾ ബോധവാന്മാരായതിനു ശേഷം
നിങ്ങൾ ഇവർക്ക് ഈ സഭയിലേക്ക് കൊടുക്കുന്ന സാമ്പത്തിക പരിപാടി, ആ സ്രോതസ് നിങ്ങളവിടെ കട്ട് ചെയ്യുക. ഇവർ ജീവിക്കട്ടെ, വിശ്വാസത്താൽ ജീവിക്കട്ടെ. അല്ലെങ്കിൽ സ്വന്തം വേല ചെയ്ത് അധ്വാനിച്ച് ജീവിക്കട്ടെ. അങ്ങനെയല്ലേ പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്കൊരു ഭാരമായി തീരാതെയും നിങ്ങൾക്ക് മാതൃകയാകുവാൻ തക്കവണ്ണവും ഞാൻ സ്വന്തം കൈയാൽ വേലയെടുത്ത് ജീവിക്കുന്നു, അതിൽ അഭിമാനിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അനുകാരികളാവണം എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ചുമ്മാ സാധാരണക്കാരനായ വിശ്വാസികളെ കാർന്നു തിന്ന് ജീവിക്കുന്ന ഒരു ഉപജാപക സംഘം. അതിന് ഓശാന പാടാൻ കുറേ പ്ലാച്ചറന്മാരും. കാരണം പേടിയാ, അടുത്ത ട്രാൻസ്ഫറിന് എങ്ങോട്ടാ തട്ടണേന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ പേര് പറഞ്ഞാണ് എല്ലാത്തിനും കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നാണം. ഒരെണ്ണത്തിന് പോലും, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അത്, അതിനകത്തിരിക്കണ ഒരെണ്ണത്തിന് പോലും സത്യസന്ധത എന്ന് പറയുന്നത് ഇല്ല, ആത്മാർത്ഥത ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്നാ വരവാ ഉള്ളത്? അന്യഭാഷയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കണം, ചേരച്ചും കുറച്ചും, ബൈബിളില്ലാത്ത കാര്യവും പറഞ്ഞുകൊണ്ട്. ഈ ആത്മാവിൻ്റെ ആണെന്നും പറഞ്ഞ്, ഏതാത്മാവ്? ഇതുപോലെ കാണിക്കണ കള്ളത്തരങ്ങളും ഈ ഭോഷത്തരങ്ങളൊക്കെ കാണിക്കുന്ന ആത്മാവ് ഏതാത്മാവാടോ? പറ. നിൻ്റെയൊക്കെ ഉള്ളിലിരിക്കണേ, നിൻ്റെയൊക്കെ ആരാധന കണ്ടാലോ? ആരാധനയാണെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ചവിട്ടുനാടകം കണ്ടാൽ എന്നാ അലറി കൂവി കുറച്ച് നാണം കെട്ട ഇടപാടുമായിട്ട് നടക്കണ ഓരോ പ്ലാച്ചറന്മാർ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഈ പണി നിർത്തവിടെ, പരിപാടി നിർത്ത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പാസ്റ്റർ ആവാനുള്ള യോഗ്യത എന്താണെന്ന് ആദ്യം പഠിക്കുക നീയൊക്കെ. എന്നിട്ട് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഇല്ലെങ്കിൽ 4 പേരോട് ചോദിച്ചു നോക്ക്, ഈ പറയണ ഇതനുസരിച്ച് എനിക്ക് യോഗ്യത ഉണ്ടോ? ഇല്ലാത്തവനൊക്കെ പണി നിർത്തി പോടോ, വേറെ വല്ല പണി നോക്കി, ചുമ്മാ നാട്ടുകാരെ ചിറ്റിക്കാതെ. ഒരു പ്രസ്ഥാനം തട്ടിക്കൂട്ടി സത്യസന്ധത നീതിയില്ലാത്ത കുറേ എണ്ണങ്ങൾ ഇറങ്ങിയേക്കണം. നിങ്ങൾക്ക് എന്ത് നീതിബോധമുള്ളേ? നിങ്ങൾ ആരോടാ ഈ വേഷം കെട്ട് ഇറക്കിക്കൊണ്ട് നടക്കണേ? നിങ്ങൾ എത്ര കാലം ഇങ്ങനെ പോവും? ഏതെങ്കിലും ഒരു വിഷയത്തിൽ സത്യസന്ധമായിട്ടോ നീതിയായിട്ടോ പറയാനോ പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് ആരെ കൊണ്ടെങ്കിലും കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ആരെ കൊണ്ടെങ്കിലും? ഒരു ഉളുപ്പുമില്ലാത്ത ഭയങ്കര തൊലിക്കട്ടിയുള്ള കുറേ എണ്ണങ്ങൾ ഏത് പണിക്കും അവനവൻ്റെ കുറേ ഉപജാപക സംഘത്തെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ എന്നാ ബോർഡ് യോഗോ അല്ലാത്ത യോഗോ ഏതാണ്ട് അതൊക്കെ ഇത് കൂട്ടാക്കി വെച്ചേച്ച് അവനവൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ നടക്കുക, വേഷവും കെട്ടിക്കൊണ്ട്. അതിനുവേണ്ടി ഓച്ചാനിച്ചുകൊണ്ട് കുറേ മൊണ്ണ വിശ്വാസികളും. എടോ, പ്രതികരിക്കുക നിങ്ങളൊക്കെ. നിങ്ങൾക്ക് വായും കൊണ്ട് പറയാൻ തൻ്റെ ഇടമില്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിലെങ്കിലും കാണിച്ചു കൊടുക്കുക. ഇമാർക്കൊന്നും 10 പൈസ കൊടുക്കരുത്. നിങ്ങളുടെ പള്ളിയിലോ നിങ്ങളുടെ ചർച്ചിലോ ഒക്കെ ഉള്ള പിരിവെല്ലാം അങ്ങ് നിർത്തുക, എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. ഇവരൊക്കെ പഠിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കാര്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഏറ്റവും നല്ല കാര്യം ഇവരുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ സ്രോതസ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇത് ആത്മീയമല്ലാത്തതുകൊണ്ട് ഇവന്മാരൊക്കെ അവൻ്റെ വഴിക്ക് പൊക്കോളും. ആത്മീയം മാത്രം പിടിച്ചു നിൽക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനകത്ത് എന്താ കളി, എന്താ സംഭവിക്കണത് എന്നൊക്കെ. നിങ്ങളിങ്ങനെ ഒരു വേഷം കെട്ടൽ പരിപാടികളുമായിട്ട് ഇങ്ങനെ നടക്കുക, ജനത്തെ പറ്റിച്ചുകൊണ്ട്. നിങ്ങൾക്കുടെ കണക്ക് എൻ്റെ ഒരു സ്നേഹിതൻ അതേ നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളുടെ രേഖാമൂലം ആവശ്യപ്പെട്ടല്ലോ, നിങ്ങളുടെ കണക്ക് എനിക്കൊന്ന് പരിശോധിക്കണം. നിങ്ങളെന്തേ അനുവദിക്കാത്ത? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കണക്ക് പരിശോധിക്കാൻ ആരെ അനുവദിക്കാത്തത്? കാരണം ഇതിനകത്തുള്ളത് മുഴുവൻ തട്ടിപ്പാ. യുവമാർക്ക് ഇന്ന് വരെ, ഇത് 30 കൊല്ലമായി, ഇന്ന് വരെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള കെൽപ്പ് പോലും ഇല്ല ഈ MCPF എന്ന് പറയുന്ന സംഘടനയ്ക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കേട്ടതല്ലേ?
അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇത് ട്രാൻസാക്ഷൻ നടത്താതെ ഈ ബാങ്ക് ഇത് അക്കൗണ്ടബിൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ് ചെയ്താലുള്ള പ്രശ്നം എന്നാ? ഈ മടി കൊണ്ടു നടക്കുന്ന പരിപാടി അങ്ങ് നിൽക്കും. ഈ അനാവശ്യമായിട്ടുള്ള ഈ തിരിമറികളൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇവരുടെ ലക്ഷ്യം, ഇതിനെ വേണ്ടതുപോലെ കൊണ്ടുപോകാത്തത്. അതുകൊണ്ട് ഇവരുടെ കണക്കുകളൊന്നും സത്യസന്ധമല്ല, നമുക്കത് വിശ്വാസയോഗ്യമല്ല. അത് ശരിക്കും വിശ്വാസയോഗ്യമല്ലാത്തൊരു കണക്കുകളാണ്. കാരണം ഒരു സി എക്കാരൻ ഓഡിറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് സി എക്കാരൻ ഓഡിറ്റ് ചെയ്യുന്നത് ഈ കണക്ക് ഗവൺമെൻറ്റിന് മുമ്പ് ശരിയാക്കി കൊടുക്കുക ചെയ്യണേ. അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് നന്നായി അറിയാവുന്നയാൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടെങ്കിൽ ആ പ്രതിപക്ഷ പാർട്ടിയിൽ അറിയാവുന്ന ഒരുത്തനുണ്ടെങ്കിൽ, ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ളപ്പോൾ പ്രതിപക്ഷത്തിൽ തന്നെ അറിയാവുന്നവൻ ഒരുത്തനുണ്ടെങ്കിൽ അവനെ ഓഡിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും എവിടെയൊക്കെയാ തെറ്റ്, എവിടെയൊക്കെയാ ഫോൾട്ട് എന്നുള്ളത്. ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ? നിങ്ങളുടെ തന്നെ ആളെ ഇൻറ്റേർണൽ ഓഡിറ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിരുത്തും. അവനെ തന്നെ ഇപ്പം ഈ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം കളിക്കണ പോലെ തന്നെ അതിനേക്കാൾ നെറികെട്ട പരിപാടിയാണ് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന കാര്യം. ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 14 എൻ്റെ പിതാവ് മരിക്കുന്നു. അന്ന് അവിടെ വെച്ച് അല്ലെങ്കിൽ ആ ദിവസം ഈ അച്ഛൻ്റെ ഏതെങ്കിലും കേസ് കെട്ട് പെൻഡിങ്ങിലുണ്ടോ എന്ന് അവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല, എന്നാൽ ഫുൾ പൈസ ഈ മാസത്തെ എന്നാൽ ഫുൾ തുകയും കൊടുത്തേക്കട്ടെ എന്ന് ചോദിച്ചു. കൊടുത്തോളാരും പറഞ്ഞു എന്നാണ് പറയണത്. എന്നിട്ട് ഈ തുക എവിടെ പോയി? ഇങ്ങനൊരു സംഭവം നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല, നമുക്ക് തന്നിട്ടുമില്ല, എന്നാൽ അവിടുന്ന് അത് പോയിട്ടുമുണ്ട്. അപ്പം പിന്നെ ഇത് ആരുടെ കയ്യിലാണ് ഈ പൈസ? അപ്പം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ ഇങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു. അച്ഛാ, അപ്പം ഞാൻ നമ്മുടെ കാഞ്ഞിരമലയിലെ അച്ഛനോട് ചോദിച്ചത് ഇതാണ്. അച്ഛാ, ഒരു ആൾ അലവൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അയാൾ ഒരു 10-ാം തീയതി 16-ാം തീയതി ഒക്കെ മരിച്ചു പോയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന അലവൻസിൻ്റെ ഒരു പകുതിയെങ്കിലും കിട്ടാനൊരു യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഉണ്ട്. അത് പപ്പയെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഴുവൻ പൈസയ്ക്കും യോഗ്യനാണ്, ആ ഒരു മാസത്തെ തികച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റിക്കാരറിയാതെ ഈ ട്രഷറർ അതെന്ന് പറഞ്ഞ് നടക്കണ ഈ എൽദോ, ഈ കള്ളൻ, അവൻ അത് അടിച്ചെടുത്തോണ്ട് പോയി. ഇങ്ങനൊരു അന്വേഷണം വരുമെന്ന് പുള്ളി ഓർത്തില്ല. ഞാനതുകൊണ്ട് ഇനിയിപ്പം ആൾ മരിച്ചു പോയല്ലോ, ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കില്ല എന്ന് ഓർത്തുകൊണ്ട് പുള്ളിയിരുന്നു. ഞാൻ വേണ്ടിയിട്ടല്ല, എനിക്കിവനെ സംശയമുള്ളത് കൊണ്ടാണ്. കാരണം ഇതൊന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചറെല്ലാം എടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് തെറ്റ് കണ്ടുപിടിച്ചു, കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. പല സമയത്തും ഏറ്റവും മാസത്തിൻ്റെ അവസാന സമയത്തേക്കാണ് കൊണ്ട് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ വിചാരിക്കണം, ഒരു ഡയറക്ടറായിരുന്ന ഒരു മനുഷ്യൻ്റെ സ്ഥിതിയാണ്. അദ്ദേഹത്തിനുള്ള ഏക ഉപജീവന മാർഗമാണ് ഇമാരി കാണിച്ചത്. പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം പറയണം. അപ്പം ഇത്രമാത്രം അവിശ്വാസത്തിൻ്റെ തൂണായി നിൽക്കുന്ന ഈ നേതൃത്വ നിര, ഇപ്പോൾ കാണുന്ന ഈ നേതൃത്വ നിര, പ്രത്യേകിച്ച് കണ്ണാറ ഗ്യാങ് എന്ന് പറയുന്ന ഈ ഗ്യാങ്, ഇവരിതിനെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കും. അല്ലെങ്കിൽ ഇവരുടെ ഏക ലക്ഷ്യം ഇവർ പണസമ്പാദനം മാത്രമാണ്, അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. അതാണ് എൻ്റെ ആവശ്യം. ഇവരുടെ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള ഇവരുടെ ആസ്തി എത്രയുണ്ടെന്ന് ഇവർ വെളിപ്പെടുത്താൻ തയ്യാറാവണം. അത് സത്യസന്ധമായിരിക്കണം. അല്ലെങ്കിൽ നല്ലൊരു വിജിലൻസ് അന്വേഷണം നടത്തണം. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ അറിയാം ഇവന്മാരൊക്കെ ആരാണ് പുള്ളികളെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ വിഷയം ഇതായിരുന്നില്ല, പ്രേമകല്യാണമായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുക്കണം. മാറ്റി നിർത്തിയിട്ടുള്ള നിങ്ങളുടെ ആ പുള്ളിയുണ്ടല്ലോ, അതാരാ? സ്വന്തം അളിയൻ്റെ മോളായതുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തി. നിങ്ങൾ എന്ത് നാണക്കേടാണോ കാണിക്കണത്? ഒരു ഡയറക്ടർക്കെതിരെ അപ്പം തന്നെ തീരുമാനമെടുത്തു, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർക്കെതിരെ
അപ്പോൾ തന്നെ നിങ്ങൾ പ്രതികരിച്ചു, നിങ്ങൾ തീരുമാനമുണ്ടാക്കി, അയാളെ പുറത്തുമാക്കി. എന്നിട്ടും നിങ്ങളുടെ കൊണകണ്ടറെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. നാണം കെട്ട ഇടപാടല്ലേടോ കണ്ണാറ ടീമുകളെ. കണ്ണാറ എന്നും പറഞ്ഞ് നടക്കണ കുറേ അലവലാദികൾ. യുവന്മാരെ ആദ്യം പുറത്താക്കണം. യുവന്മാരാണ് നശിപ്പിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇവിടെ നടത്തിയിട്ടുള്ള ഒരു എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ട്രാൻസ്ഫർ സംവിധാനമൊക്കെ നിർത്തലാക്കിയതാണ്. ശരിക്കും വേണ്ടതും അതാണ്. കാരണം ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അത് ആ സഭയിൽ നിന്നുണ്ടാവണം. അല്ലാതെ ഇങ്ങനെ ഇത് നിങ്ങൾ തന്നെയല്ലേ പറയണത്, നവീകരണമല്ല പൂർവീകരണം. ബൈബിളിൽ എവിടെയാണോ ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ടിരുന്നത്? ഓരോ സഭകളിലും പാസ്റ്റർ അതത് സഭകളിൽ നിന്ന് തന്നെ ഉണ്ടാവുക ചെയ്യണത്. അല്ലാതെ ഇന്ന് കാണിക്കണ പോലെ ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടിരിക്കുകയല്ല ചെയ്ത്. നിങ്ങൾ കുറേ എണ്ണം, നിങ്ങൾക്ക് വലിയ സാമ്പത്തികമുള്ള സഭ, അങ്ങനെയുള്ള സഭ, ഇങ്ങനെയുള്ള സഭ, അതെല്ലാം നിങ്ങൾ അങ്ങ് സെലക്ട് ചെയ്യും ആദ്യം. എന്നിട്ട് കുറേ അലവലാതി പാസ്റ്റർമാരെ ബാക്കിയുള്ളതിനകത്തേക്കും കൊണ്ടിടും. ഇതല്ലേ നിങ്ങളുടെ തൊഴിൽ? ഇവിടെ ഇപ്പോൾ ഈ ഉടുമ്പന്നൂരിൻ്റെ പ്രദേശത്ത് എവിടെയാ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്തൊരു പുതിയ വർക്ക് തുടങ്ങി എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവർക്കൊരു ഒന്നാമത്തെ ലക്ഷ്യം, ഇവർക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കണം. വാർഷിക ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇന്നൊക്കെ പ്രവർത്തിച്ചു, ഞങ്ങൾ പരസ്യയോഗം. എനിക്ക് പരസ്യയോഗം എന്ന് കേൾക്കുമ്പോൾ അടി കൊടുക്കാനാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടെ പരസ്യം? ഇത് നിങ്ങളുടെ ജീവിതം പരസ്യമാക്കി കാണിക്കണോ? നിങ്ങളുടെ ജീവിതം. എന്നിട്ട് സൂചനം പറ. നിങ്ങളുടെ പരസ്യയോഗം ആദ്യം നിർത്തേണ്ടത് അതാ. രണ്ടാമത് ഇവിടെ അവിടെ ഏതെങ്കിലും ഈ പറയണ എൽദോ ഇവനൊരു അപ്പോസ്തലനാണെന്നാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ ഇവൻ അവിടെ പോയി പ്രവർത്തിക്കണം. അവിടെ ഒരു വീടും എടുത്തിട്ടുണ്ട്, വാടകയ്ക്ക് വീടും എടുത്തിട്ട് അവിടെ പോയി ഇവൻ പ്രവർത്തിക്കട്ടെ. ഇവൻ പ്രവർത്തിച്ച ആളെ ഉണ്ടാക്കട്ടെ അവിടെ. എന്നിട്ട് വേണം അവിടെ സഭ തുടങ്ങാൻ. ഇപ്പം എന്നാ ചെയ്യണേ? ക്രിസ്തു പറഞ്ഞതിന് നേർ വിപരീതം. ആദ്യം പോയി വീടെടുത്തിട്ട് അവിടെ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒക്കെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നടക്കണു. ഞായറാഴ്ച ബാക്കി സഭയിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ചെന്ന് ആരാധന നടത്തുന്നു. വേറെ ഒരു മനുഷ്യനില്ല പുറത്തുനിന്ന്. ചുമ്മാ അവിടെ ഒരു പേക്കൂത്ത് ഇട്ടച്ച് പോടോ വേറെ വല്ല പണിയായിട്ട്. അല്ലെങ്കിൽ താൻ അവിടെ നിന്ന് ആളെ ഉണ്ടാക്കുക പ്രവർത്തിച്ച്. നീയൊക്കെ ചെയ്ത് കാണിക്കേണ്ട അതാ. ചുമ്മാ നാണം കെട്ട പരിപാടിയായിട്ട് നടക്കാതെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ പ്രേമബാധ ഈ മലങ്കര സഭയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകാനും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവന്മാർക്ക് ബുദ്ധി ഉദിക്കാനും വേണ്ടി. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിവർക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ സ്രോതസ്സ് നിർത്തുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ഇതിനകത്ത് യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. പണത്തിൻ്റെ സ്രോതസ്സ് അവിടെ ഒഴിവാക്കിക്കൊള്ളുക. ഇവർക്ക് നമുക്കറിയാം ഇവരിൽ ആരാണ് സത്യസന്ധൻ, ഇവരാരാണ് ദൈവത്തോട് കൂറുള്ളവൻ, ഇവരാരാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവൻ. അറിയാൻ ഏക മാർഗ്ഗം അതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. തുടർന്ന് വീണ്ടും കാണാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.